നടിയെ ആക്രമിച്ച കേസിൽ നിന്ന് കുറ്റമുക്തനായതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി ആലോചിക്കുകയാണ് ദിലീപ്. വിധിന്യായം പുറത്തു വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനം ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ദിലീപ് ഉള്ളത് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. ദിലീപിനെ കേസിൽ പ്രതിയാക്കിയതിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉണ്ടായാൽ ദിലീപ് നിയമ നടപടി സ്വീകരിക്കും. കോടതിയിൽ നിന്ന് പുറത്തു വന്ന് ദിലീപ് നടത്തിയ ആദ്യ പ്രതികരണത്തിൽ തന്നെ അന്തിമമായ ഉത്തരവിന്റെ പകർപ്പ് പുറത്തേക്ക് വരിക എന്നതാണ് ഏറ്റവും പ്രധാനം. 12-ാം തീയതി പ്രതികൾക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ ആ ഉത്തരവിന്റെ എന്തൊക്കെ കണ്ടെത്തലുകളാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുക, അതിനനുസരിച്ചായിരിക്കും ദിലീപിന്റെ തുടർ നീക്കങ്ങൾ. ദിലീപ് വിശ്വസിക്കുന്നത് പ്രോസിക്യൂഷനെതിരെ അതിഗുരുതരമായ പരാമർശങ്ങളും കണ്ടെത്തലുകളും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നത് തന്നെയാണ്. തന്നെ ഈ കേസിൽ കുടുക്കാൻ ബോധപൂർവം ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് ദിലീപ് വിശ്വസിക്കുന്നത്. ഗൂഢാലോചനയുടെ ഇര താനാണ് എന്ന് ദിലീപ് പറയുന്നതിന്റെ അർത്ഥവും അതുതന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ തുടരന്വേഷണത്തിലാണ് ദിലീപ് പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്. അതിൽ എറണാകുളത്തെ കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ച് നടന്നിട്ടുള്ള ആ സംഭാഷണങ്ങളും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കത്തുമൊക്കെ തന്നെയാണ് ദിലീപിനെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്നത്. അവിടെ ഈ കാക്കനാട് ജില്ലാ ജയിലിനെ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് തനിക്കെതിരെ നടന്നിട്ടുള്ള ഗൂഢാലോചന എന്നതാണ് ദിലീപ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ തെളിവുകൾ അത് കോടതി എങ്ങനെ വിലയിരുത്തിയിരിക്കുന്നു, ആ തെളിവുകൾക്കെതിരെ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ കോടതി ഏതെങ്കിലും തരത്തിൽ കടുത്ത നിലപാട് ആ വിധിന്യായത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്തുകൊണ്ട് അന്വേഷണ സംഘത്തിനെതിരെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ദിലീപ് ആലോചിക്കുന്നത്. എന്തായാലും ആ വിധി പ്രസ്താവം പുറത്തേക്ക് വന്ന ശേഷം അത് നിയോജകരുമായി കൂടിയാലോചിച്ച് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നീക്കങ്ങളും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട സജീവമായ ചർച്ചകൾ ഈ ദിവസത്തിലും ഇങ്ങനെ തുടരുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ നിന്ന് കുറ്റമുക്തനായതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി ആലോചിക്കുകയാണ് ദിലീപ്. വിധിന്യായം പുറത്തു വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനം ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ദിലീപിൻ്റെ അഭിഭാഷകർക്കെല്ലാം ഉള്ളത്. ദിലീപിനെ കേസിൽ പ്രതിയാക്കിയതിനെതിരെ കടുത്ത വിമർശനങ്ങളുണ്ടായ ദിലീപ് നിയമ നടപടി സ്വീകരിക്കും എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ബിനിൽ നൽകിയത്. നമുക്കിപ്പോൾ അനന്തകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. അനന്തന് അത്തരം ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ എല്ലാം ഗൂഢാലോചന എന്നതിലാണല്ലോ വളരെ പ്രധാനപ്പെട്ട. ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസിലുൾപ്പെടെ ഗൂഢാലോചന തെളിയിക്കപ്പെടാതെ പോയി, അതുകൊണ്ട് ദിലീപ് രക്ഷപ്പെട്ടു എന്ന വിമർശനം, ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം അതൊരു ഗൂഢാലോചനയായിരുന്നു, എന്നെ കൊടുക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന. അപ്പോൾ ഒരു ഗൂഢാലോചന സിദ്ധാന്തം പൊതുവിലുണ്ട്. വിധിന്യായത്തിൻ്റെ പാർപ്പ് പരിപൂർണമായി പുറത്തു വരുമ്പോൾ ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന അവിടെ നടത്തി എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ നിയമ നടപടിയായി മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് രക്ഷപ്പെട്ടു എന്നല്ല, അതിനകത്ത് താൽക്കാലികമൊരാശ്വാസം ദിലീപിന്. കാരണം വിചാരണ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ഇനിയും നിയമ നടപടികളുണ്ട്, ഇനിയും മേൽക്കോടതികളുണ്ട്. അതിൻ്റെ സുപ്രീം കോടതി, പരമോന്നത കോടതിയിൽ എത്തുമ്പോഴാണ് ഏത് കേസിലായാലും അതിൻ്റെ ഫൈനൽ തീർപ്പ് എന്ന് പറയുന്നത്. ആ കേസിൻ്റെ അധ്യായങ്ങൾ അടഞ്ഞു എന്ന് പറയുന്നത്. എന്നാൽ പോലും അതിൻ്റെ അധ്യായങ്ങൾ തുറക്കാൻ പല സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചന കേസിലെ പ്രതിയായിരുന്നു ദിലീപ്. ആ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് പുറത്തു വന്നിട്ട് പുതിയൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നുള്ളത്. അതൊരു പുതിയൊരു ക്രൈമായിട്ട് ദിലീപ് കേരള സമൂഹത്തിന് മുന്നിലും നമ്മുടെ നിയമ സംവിധാനത്തിന് മുന്നിലും അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ദിലീപ്, എനിക്ക് തോന്നുന്നത് ഈ കേസ് 9 വർഷമായിട്ട് ഈ കേസിൻ്റെ അന്വേഷണവും വിചാരണ നടപടികളുമായിട്ട് പൂർത്തിയായി കഴിഞ്ഞു. ഈ 9 വർഷത്തിനിടയ്ക്ക് എവിടെയെങ്കിലും ദിലീപ് ഇങ്ങനൊരു ആരോപണം, അതായത് തനിക്കെതിരെ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് എവിടെങ്കിലും ആലോപിച്ചതായി നമുക്കറിയില്ല. തുടക്കത്തിൽ തനിക്കെതിരായി തന്റെ നിന്ന് പണം പിടുങ്ങാൻ വേണ്ടിയുള്ള ഒരു നിർബന്ധിത ശ്രമം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് പോലീസ് മേധാവി ആ കത്തിലാണ് ദിലീപിന്റെ കേസ് ആരംഭിക്കുന്നത്. ദിലീപിനെ ഈ കേസുമായി തീർച്ചയായിട്ടും, അതായത് തനിക്കെതിരെ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി, ഒരു കേസിലെ പ്രതി തന്നോട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി കത്തയക്കുന്നത്, തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള ഒരു പരാതി DGPക്ക് നൽകുന്നു, ബെഹ്റയ്ക്ക് നൽകുന്നു. ആ പരാതിയിൽ ഒരു FIR വരെ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപിനെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കാളിത്തമുണ്ട് എന്ന് വ്യക്തമാകുന്നതും അതിലേക്ക് അന്ന് പോലീസിന് തെളിവ് കിട്ടിയെന്ന് പറഞ്ഞ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടമൊക്കെ ഉണ്ടായത്. അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ദിലീപ് പറയുന്നത് മഞ്ജു വാര്യർ അന്ന് തനിക്കെതിരെ അല്ലെങ്കിൽ ഈ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയത് മുതൽ തനിക്കെതിരെ ഗൂഢാലോചന തുടങ്ങിയതാണ്. ഇന്നലെ പറഞ്ഞു തുടങ്ങുമ്പോൾ വളരെ കൃത്യമായി എന്ത് വിധി വന്നാലും ഒരുപക്ഷെ ഇതായിരിക്കും മറുപടി, അല്ലേ? ഇപ്പോൾ ദിലീപ് കുറ്റക്കാരനാണെന്ന് ഇന്നലെ കണ്ടെത്തിയാലും മഞ്ജുവാരിൽ തുടങ്ങിയ ഗൂഢാലോചനയാണ് എന്ന അദ്ദേഹത്തിന്റെ മറുപടി ഇന്നലെ അത് തീർച്ചയായിട്ടും അതെ രതീഷ്, ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു പുതിയ ക്രൈമാണ്. ഒരു ക്രൈം
തനിക്കെതിരെ ഒരു ക്രൈം നടന്നുവെന്നാണ് ദിലീപ് ആരോപിക്കുന്നത്. അത് ഈ വിധി വന്നതിന് ശേഷമാണ് ദിലീപ് പറയുന്നത്. ഒരു പക്ഷേ ഈ 9 വർഷത്തിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ നിരന്തരം ദിലീപ് പോയിരുന്നു. വിചാരണ കോടതിയിൽ അടച്ചിട്ട കോടതിയിൽ നടന്ന വിചാരണ വേളയിൽ ദിലീപിന്റെ അഭിഭാഷകർ അത് ഉന്നയിച്ചോ എന്ന് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഇനി അത് ജഡ്ജ്മെന്റ് വരുമ്പോഴായിരിക്കും ആ ജഡ്ജ്മെന്റിൽ എവിടെയെങ്കിലും ഈ ആരോപണം ഇങ്ങനൊരു ആരോപണം അഭിഭാഷകർ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ജഡ്ജ്മെന്റിൽ വരും ദിലീപിന് ഇങ്ങനൊരു പരാതി ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇതുവരെ നമുക്കറിയില്ല മഞ്ജു വാര്യർ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഗൂഢാലോചന കേസിലെ പ്രതിയായതെന്നുള്ളത്. അതായത് ദിലീപിനെ പറഞ്ഞിട്ടില്ല. അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമല്ല ദിലീപ് അതിനകത്ത് ഒരു പുതിയ തിരക്കഥ വരുന്നു എന്നൊരു തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ഗൗരവമായ ഒരു ആരോപണം ഈ വിധി വരാൻ വേണ്ടി 9 വർഷത്തിന് ശേഷം ഈ വിധി വരാൻ വേണ്ടി ദിലീപ് കാത്തിരുന്നു എന്നുള്ളത്. മാത്രമല്ല ഇനിയിപ്പോൾ ഒരു പക്ഷേ ദിലീപിനെ ഈ കേസിൽ ശിക്ഷിച്ചു എന്നിരിക്കട്ടെ, ആ ഘട്ടത്തിൽ ദിലീപ് ഇങ്ങനെ പറയുമായിരുന്നോ? ഈ ആരോപണം ഉന്നയിക്കുമായിരുന്നു. അപ്പോൾ ഈ ദിലീപിന് നേരത്തെ അറിയാമായിരുന്നു ഈ കേസിൽ താൻ അക്യൂട്ടഡ് ആകും എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി തുടരുകയാണ്. മാത്രമല്ല ദിലീപ് ഇന്ന് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട്, ഒരു ദേശീയ പത്രത്തിന് അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹം ഇതെടുത്ത് പറയുന്നുണ്ട്, തനിക്കെതിരെയുള്ള കോൺസ്പിറസി. ആ കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത് ഈ മഞ്ജു വാര്യരുടെ ആരോപണത്തിന്റെ ആണ് കോൺസ്പിറസിയുടെ തുടക്കം എന്ന് ഇന്നലെ പറഞ്ഞു. ഈ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ കുറച്ചുകൂടെ വിശദമാക്കുന്നുണ്ട്. തന്നെ ഇതിൽ പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു. അതായത് അവരുടെ കരിയറിലെ നേട്ടം, അതിനൊപ്പം തന്നെ അവരുടെ പ്രശസ്തി, അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രശസ്തിക്കും നേട്ടത്തിനും വേണ്ടി തന്നെ കരുവാക്കി എന്നുള്ളൊരു കാര്യം കൂടെ വരുന്നുണ്ട്. അപ്പോൾ മഞ്ജു വാര്യർ, പോലീസ് ഉദ്യോഗസ്ഥർ, മാത്രമല്ല മുഖ്യമന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺസ്പിറസി നടന്നു എന്ന് ദിലീപ് എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല അങ്ങനെ ഒരു ക്രൈം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്ക് ദിലീപ് ഇനി ഒരുക്കമാണോ? ശരി.